നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പോലീസിന് നേരെ മണൽ മാഫിയ സംഘത്തിന്റെ ആക്രമണം. വെട്ടം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷവും നിറമാല മഹോത്സവവും ഭക്തിസാന്ദ്രമായി. +1 സീറ്റ് ക്ഷാമം ബാച്ചുകൾ അനുവദിക്കണമെന്ന് IGM പുത്തനത്താണി മണ്ഡലം കമ്മിറ്റി. പാലം കുലുങ്ങിയിട്ടും കുലുക്കമില്ലാതെ അധികൃതർ. UDF സമരത്തിന്. ഓട്ടോയിൽ വിൽപ്പനക്കായി കൊണ്ടുവന്ന MDMA-യുമായി 3 പേരെ പിടികൂടി. യുവകലാ സാഹിതി ആലത്തിയൂർ മേഖലയുടെ 8ാം വാർഷികാഘോഷത്തിന് തുടക്കം. വിശദമായ വാർത്തകൾ. പോലീസിന് നേരെ മണൽ മാഫിയ സംഘത്തിന്റെ ആക്രമണം. 2 CPOമാർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ വാക്കാട് പരിസരത്ത് വെച്ചാണ് സംഭവം. പിടിച്ചെടുത്ത മണൽ വണ്ടിയുമായി വരുമ്പോഴാണ് മണൽ മാഫിയ ഗുണ്ടാ സംഘം പോലീസിനെ ആക്രമിച്ച് ലോറി ഡ്രൈവറെ കടത്തിക്കൊണ്ടുപോയത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. തീരദേശം കേന്ദ്രീകരിച്ച് വ്യാപകമായ മണൽ കടത്തിനെ സംബന്ധിച്ചുള്ള രഹസ്യവിവരത്തെ തുടർന്നാണ് തിരൂർ പോലീസ് പരിശോധനയ്ക്കായി എത്തിയത്. വാക്കാട് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ മണൽ ലോറി പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്നാണ് മണൽ മാഫിയ സംഘം പോലീസിനെ ആക്രമിച്ച് ലോറി ഡ്രൈവറെയും കൊണ്ട് കടന്നു കളഞ്ഞത്. അക്രമത്തിൽ പരിക്കേറ്റ സിവിൽ പോലീസ് ഓഫീസർമാർ തിരൂർ ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി. തിരൂർ CI MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. വെട്ടം ന്യൂസ്, തിരൂർ. വെട്ടം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷവും നിറമാല മഹോത്സവവും ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളത്തിന് നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ശനി, ഞായർ ദിവസങ്ങളിലായാണ് വെട്ടം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷവും നിറമാല മഹോത്സവവും കൊണ്ടാടിയത്. ഞായറാഴ്ച രാവിലെ നടന്ന ഗണപതി ഹോമവും ഉഷപൂജയ്ക്കും ശേഷം ശീവേലി എഴുന്നള്ളത്ത് നടന്നു. കലശപൂജ, കലശാഭിഷേകം, ഭക്തിപ്രഭാഷണം എന്നിവയ്ക്ക് ശേഷം പ്രസാദ ഊട്ടും വൈകിട്ട് കാഴ്ചശീവേലിയും നടക്കും. രാത്രി 9-ന് കരിങ്കാളി മെഗാ ഷോ അരങ്ങേറും. ന്യൂസ് ഡെസ്ക്, വെട്ടം. നിലവിലുള്ള ക്ലാസുകളിൽ 15% വരെ സീറ്റ് വർധനവ് നടത്തി അശാസ്ത്രീയമായ രീതിയിൽ ക്ലാസുകൾ കുത്തിനിറച്ച് പഠനം ദുഷ്കരമാക്കുന്നതിന് പകരം ജില്ലയിൽ പുതിയ സ്കൂളുകളും ബാച്ചുകളും അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് IGM പുത്തനത്താണി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. രണ്ടത്താണി സലഫി സെന്ററിൽ കൗമാരക്കാരായ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച ത്രിദിന മോറൽ ഹട്ട് സഹവാസ ക്യാമ്പ് KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ഉമ്മർ സുല്ലമി ഉദ്ഘാടനം ചെയ്തു. KT ജസീറ അധ്യക്ഷം വഹിച്ചു. AKMA മജീദ്, TP അബ്ദുൽ ലത്തീഫ്, അമീന മയ്യേരി എന്നിവർ ആശംസകൾ നേർന്നു. P സുഹൈൽ സാബിർ, ആദിൽ നസീഫ് മങ്കട, സഹീർ വെട്ടം, ഡോക്ടർ സൈന, ലുക്മാൻ പോത്തുങ്കല്ല്, മിസ്ബാഹ് ഫാറൂഖി, CP അബ്ദുസമദ്, ആഷിഖ് അസ്ഹരി, ഹിഷാം പുത്തൂർ പള്ളിക്കൽ എന്നിവർ വിവിധ സെഷനുകളിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഹസീന ചെറുവന്നൂർ, സലീന രണ്ടത്താണി, P നിഷ്ദ, TP നിത, P അർഷ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ.
അപകടാവസ്ഥയിലായ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് കേടുപാടുകൾ തീർക്കുകയോ പുതുക്കി പണിയുകയോ ചെയ്യണമെന്ന് മംഗലം പഞ്ചായത്ത് UDF കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA നസറുള്ള ഉദ്ഘാടനം ചെയ്തു. പാലത്തിന്റെ അപകടാവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സർവകക്ഷിയുടെ നേതൃത്വത്തിൽ MLAയുടെ സാന്നിധ്യത്തിൽ വകുപ്പ് മന്ത്രിയെ കണ്ടെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായില്ല. ചർച്ചയ്ക്ക് പോലും അവസരം നൽകാതെ സർവകക്ഷി സംഘത്തെ നിരാശരാക്കുകയാണ് ചെയ്തതെന്ന് UDF കുറ്റപ്പെടുത്തി. അതുപോലെ വർഷത്തിലേറെയായി യാത്രായോഗ്യമല്ലാതായ തൂക്കുപാലവും റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡും നന്നാക്കാനുള്ള യാതൊരു ശ്രമവും ഉണ്ടാകുന്നില്ല. ഈ അനീതിക്കെതിരെ ശക്തമായ സമരവുമായി UDF രംഗത്തിറങ്ങുകയാണ്. കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P നസറുള്ള ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ സലാം താണിക്കാട് അധ്യക്ഷം വഹിച്ചു. കൺവീനർ CMT സീതി, PP സൈദാലു, AK സലിം, KP അമീൻ, CP റാഫി, MGM ഗഫൂർ, CM ഹസൻ, അനീഷ്, തുമ്പിൽ ഹംസകുട്ടി ഹാജി, KP കുഞ്ഞിബാവ എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ് കൂട്ടായി. ഓട്ടോയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക സിന്തറ്റിക് ഡ്രഗായ MDMA-യുമായി 3 പേരെ പരപ്പനങ്ങാടി പോലീസ് പിടികൂടി. പ്രതികളുടെ കയ്യിൽ നിന്ന് ഓട്ടോറിക്ഷയും MDMA വിറ്റ് കിട്ടിയ 10,500 രൂപയും പോലീസ് പിടിച്ചെടുത്തു. താനൂർ DYSP VV ബെന്നിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പരപ്പനങ്ങാടി CI K ഹരീഷിന്റെ നേതൃത്വത്തിൽ SI-മാരായ അരുൺ, ജയദേവൻ, രാജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാമചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ മുജീബ് റഹ്മാൻ, ദിലീപ്, അഭിലാഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്ന് 4.10 ഗ്രാം MDMA-യും പ്രതികളുടെ കയ്യിൽ നിന്ന് ഓട്ടോറിക്ഷയും MDMA വിറ്റ് കിട്ടിയ 10,500 രൂപയും പോലീസ് പിടിച്ചെടുത്തു. ചെട്ടിപ്പടി സ്വദേശികളായ പ്രതികളായ അലിയാസ്, ജുനൈദ്, ഫൈസൽ എന്നിവരെ പരപ്പനങ്ങാടി കോടതി റിമാൻഡ് ചെയ്തു. വെട്ടം ന്യൂസ് പരപ്പനങ്ങാടി. യുവകലാ സാഹിത്യ ആലത്തിയൂർ മേഖലയുടെ 8ാം വാർഷികാഘോഷം ആദ്യ ദിനം കൈമലശ്ശേരി നൂറ സയ്യിദ് നഗറിൽ സംഘടിപ്പിച്ചു. ആദ്യ ദിനം ഗ്രാമോത്സവം യുവകലാ സാഹിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി സതീഷ് ചളിപ്പാടം ഉദ്ഘാടനം ചെയ്തു. യുവകലാ സാഹിതി ആലത്തിയൂർ മേഖലയുടെ 8ാം വാർഷികാഘോഷവും യുവകലാ സാഹിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി സതീഷ് ചളിപ്പാടം ഉദ്ഘാടനം ചെയ്തു. CK ബഷീർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സെയ്ദ് കൈമലശ്ശേരി അധ്യക്ഷത വഹിച്ചു. M മണി, സാലി ആച്ചിക്കുളം, TP അബ്ദുൽ സലാം, CP ഷഫീഖ്, റസാഖ് തുമ്പിൽ, അബ്ദുള്ള പൂവത്തി തുടങ്ങിയവർ സംസാരിച്ചു. പുരുഷോത്തമൻ PP നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും സംഗീത സന്ധ്യയും അരങ്ങേറി. വെട്ടം ന്യൂസ് ആലത്തിയൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.